രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമന് അവകാശപ്പെട്ടതായ കിരീടം നഷ്ടപ്പെടുന്നു. പരാതിയും ഒന്നും പറഞ്ഞില്ല. അത് സീതയുടെ മനസ്സിൽ ചെന്നതായിട്ട് പോലും നമുക്ക് ഒരു പ്രതീതി ഉണ്ടാവില്ല. സീത ക്രോധിച്ചു. എന്തുകൊണ്ട്? രാമൻ തന്നെ കൊട്ടാരത്തിലാക്കിയിട്ട് കാനനത്തിലേക്ക് ഏകനായി പോകുന്നു. അതിലാണ് ക്രോധം. അതാണ് അങ്ങ് ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞത്. കൈകേയി രാമനോട് കാനനത്തിൽ പോകാൻ പറഞ്ഞത് സീതയുടെ മനസ്സിൽ ദുഃഖത്തെ ഉളവാക്കുന്നേയില്ല. ഒരു ചെറിയൊരു അനുരണനത്തെ പോലും ഉണ്ടാക്കുന്നില്ല. രാമൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നുള്ളതായ വിദൂര ചിന്ത പോലും സീതയുടെ മനസ്സിൽ ഉണ്ടാകുന്നില്ല. രാമൻ അങ്ങേയറ്റം ആഹ്ലാദിക്കുന്നു. എവിടെ ഇരുന്നാലും സീതയ്ക്ക് നന്നായി അറിയാം. സീതയും അങ്ങനെ തന്നെ. എവിടെയാണോ രാമനുള്ളത് അവിടെ സീതയുമുണ്ട്. അവിടെ ഇരുന്ന് സീത ആഹ്ലാദിക്കും. ആകെ രാമനെ പിരിയുന്നതിലാണ് സീതയ്ക്ക് ദുഃഖം. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്? അധ്യാത്മരാമായണത്തിൽ ഈ സന്ദർഭത്തിൽ സീത പറയുന്നത് നമ്മൾ കേൾക്കും. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കേൾക്കുക. പ്രകൃതിയെ വേറിട്ടിട്ട്, മൂലപ്രകൃതിയെ വേറിട്ടിട്ട് പരമാത്മാവിന് ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പുണ്ടോ? പരമാത്മാവ് ഈ പ്രപഞ്ചത്തിൽ മൂലപ്രകൃതിയെ വിട്ട് ഏകനായി നിൽക്കുമോ? മൂലപ്രകൃതിയെ വിടുക എന്നുള്ളത് പരമാത്മാവിനില്ല. അതിനെ തന്നിലേക്ക് ഉപസംഹരിക്കും, ലയിപ്പിക്കും. കാരണം താൻ തന്നെയാണ് മൂലപ്രകൃതി. മൂലപ്രകൃതിയായി സ്പന്ദിക്കുന്നതും താൻ തന്നെ. തന്നെ ശക്തി ചൈതന്യമാണത്. അതുകൊണ്ട് അതിനെ തിരിച്ചു ലയിപ്പിക്കും. അപ്പോൾ പ്രപഞ്ചവും ലയിക്കും. പ്രപഞ്ചത്തില് മൂലപ്രകൃതിയെ വിട്ട് പരമാത്മാവിന് നിലനിൽപ്പ് എന്നുള്ളത് ഇല്ല. കാരണം പരമാത്മാവ് അങ്ങനെ നിലനിൽക്കുകയാണ്. പരമാത്മാവ് സ്വസ്വരൂപത്തിൽ അഖണ്ഡ സച്ചിദാനന്ദമായിട്ട് കാലദേശാതീതമായിട്ട് എന്നും നിലനിൽക്കുന്നു. പ്രപഞ്ചസ്ഥിതിയിൽ മൂലപ്രകൃതിയോടൊപ്പമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തുടർന്ന് സീത പറയുന്ന എഴുത്തച്ഛൻ കേൾപ്പിക്കും, രണ്ടും ഒന്ന് തന്നെയാണ്. പരമാത്മാവ് തന്നെ മൂലപ്രകൃതി, മൂലപ്രകൃതി തന്നെ പരമാത്മാവ്. അതുകൊണ്ട് പ്രകൃതിയെ വേറിട്ട് പുരുഷനില്ല, സീതയെ വേറിട്ട് രാമനില്ല, രാമനെ വേറിട്ട് സീതയുമില്ല. രണ്ടുപേരും പിരിയൽ എന്നുള്ളതില്ല. അതുകൊണ്ട് എങ്ങനെയാ രാമൻ സീതയെ അയോധ്യയിലാക്കിയിട്ട് ഏകനായി കാനനത്തിലേക്ക് പോവുക? സാധ്യമേല. അധ്യാത്മമായ തലത്തിലും സീതയ്ക്കും രാമനും പിരിയാനാവില്ല. പരമമായ സത്യം അത് തന്നെയാണ് ഭൗതിക തലത്തിലും. രണ്ട് വ്യക്തികൾ എന്നുള്ള നിലയിൽ, ഭൗതിക തലത്തിലുള്ള ഒരു കഥ എന്നുള്ള നിലയിൽ നാം കാണുമ്പോഴും രാമനെ പിരിഞ്ഞ് വസിക്കുക എന്നുള്ളത് സീതയ്ക്ക് സങ്കല്പിക്കുക പോലും സാധ്യമല്ല. അതാണ് അല്ലയോ രാമ കിമിതം ഭാഷസേ രാമ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങനെ വളരെ ലളിതമായിട്ട് ഒരു ചെറിയൊരു കാര്യം പറയുന്നത് പോലെ അങ്ങ് എല്ലാം പറഞ്ഞു വെച്ചു. അങ്ങയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും എനിക്ക് ചിരിയാണ് വരുന്നത്, ഹാസ്യമാണ് വരുന്നത്. അല്ലയോ രാമ, വീരാണാം രാജപുത്രാണാം ശസ്ത്രാസ്ത്ര വിദുഷാം നൃപ അനർഹം അയശസ്യം ച ന ശ്രോതവ്യം ത്വയേരിതം. അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങ് പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അങ്ങേ പോലുള്ള വീരന്മാരായ രാജപുത്രന്മാർക്ക്, രാജകുമാരന്മാർക്ക് ഒരിക്കലും യോജിച്ചതല്ല. വീരന്മാരായ രാജപുത്രന്മാര് ഒരിക്കലും പത്നിയെ വേറിട്ടിട്ട് ദൂരേക്ക് പോവുക എന്നുള്ളതില്ല. അതാണ്
അങ്ങേ പോലുള്ള ഒരു രാജകുമാരനത് പറ്റിയതല്ല. അതും എങ്ങനെയുള്ളയാള്? ശസ്ത്രാസ്ത്ര വിദുഷാം നൃപ, ആയുധവിദ്യ അത് നന്നായി പഠിച്ച് നന്നായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളിന് ഒരിക്കലും ഈ പ്രകാരത്തില് ഉള്ളതായ ഒരു തീരുമാനം സാധ്യമേ അല്ല, യോജിക്കുന്നതേ അല്ല, അനർഹം. അത് ഈ രീതിയിലുള്ള തീരുമാനം അർഹതയുള്ളതല്ല, ചേരുന്നതല്ല. ആ യശസ്യം ആളുകൾ കേട്ട് കഴിഞ്ഞാലേ ഇതിനെക്കുറിച്ച് കുറ്റം പറയും. സീതാദേവിയെ ഒറ്റയ്ക്ക് ഈ കൊട്ടാരത്തിലാക്കിയിട്ട് രാമൻ പോയി ഏകനായി എന്ന് പറയുമ്പോഴേക്കും, എന്ന് കേൾക്കുമ്പോഴേക്കും ആളുകൾ അങ്ങയെക്കുറിച്ച് കുറ്റം മാത്രമേ പറയുള്ളൂ. അങ്ങനെ യശസ്സിന് അത് കളങ്കത്തെ ഉണ്ടാക്കും. അല്ലയോ രാമ, നിന്റെ ഈ വാക്കുകളുണ്ടല്ലോ, ത്വയാ ഈരിതം, നീ പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ, ന ശ്രോതവ്യം, കേൾക്കപ്പെടുവാൻ യോഗ്യമായിട്ടുള്ളതല്ല. അങ്ങയുടെ ഈ വാക്കുകളൊക്കെ ഞാൻ കേട്ടു. ഇത് കേൾക്കാൻ യോഗ്യമായുള്ള വാക്കല്ല. എന്താ കാരണം? സീത പറയാ, ആര്യപുത്ര പിതാ മാതാ ഭ്രാതാ പുത്രസ്തഥാ സ്നുഷ സ്വാനി പുണ്യാണി ഭുഞ്ചാന സ്വം സ്വം ഭാഗ്യമുപാസത്തെ. അല്ലയോ ശ്രീരാമചന്ദ്ര, ഓരോ സ്ത്രീക്കും ജീവിതത്തിലെ ഓരോരോ അവസ്ഥകളുണ്ട്. കുടുംബത്തിലുള്ള പല ആളുകളുമായിട്ടും പല പല ബന്ധങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ അവസ്ഥയില് അവരെല്ലാവരും മുജ്ജന്മങ്ങളില് അനുഷ്ഠിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമാണ് അവർ അനുഭവിക്കുന്നത്. സ്വന്തം പുണ്യത്തെ അവർ അനുഭവിക്കുന്നു. അതായത് ഓരോ പെൺകുട്ടിയും തന്റെ വീട്ടില് അച്ഛന് പുത്രിയാണ്, അമ്മയ്ക്ക് പുത്രിയാണ്, സഹോദരന് സഹോദരിയാണ്, പുത്രന് മാതാവാണ്, അതുപോലെ തന്നെ ഭർത്താവിന്റെ പിതാവിനും മാതാവിനും സ്നുഷയാണ്. ഇങ്ങനെ വിവിധ ബന്ധങ്ങളോടുകൂടിയവരാണ്. ഇങ്ങനെ പല അവസ്ഥകളിൽ ഇവരെല്ലാം എത്തിച്ചേരും. ഇതേപോലെ ഓരോ കുടുംബത്തിലുള്ള പിതാവും മാതാവും, പുരുഷനായാലും സ്ത്രീ ആയാലും, ഓരോ കുടുംബത്തിലും ഈ പറയുന്ന പ്രകാരത്തിലുള്ള സ്ഥാനങ്ങളില് അവര് നിലനിൽക്കുന്നു. അങ്ങനെ പിതാവായിട്ടും മാതാവായിട്ടും ഭ്രാതാവായിട്ടും സഹോദരനായിട്ടും പുത്രനായിട്ടും മരുമകളായിട്ടും പുത്രിയായിട്ടും ഒക്കെ ഇങ്ങനെ സ്ഥിതി ജീവിക്കുമ്പോ അവര് ചെയ്തിട്ടുള്ളതായ പുണ്യകർമ്മങ്ങളുടെ ഫലം, അതിൻ്റെതായ സന്തോഷം, അതാണ് അവര് അനുഭവിക്കുന്നത്. മുജ്ജന്മങ്ങളിൽ അനേക ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതായ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മുടെ ഈ ജന്മത്തിലെ അനുഭവങ്ങളുടെ, സുഖാനുഭവങ്ങളുടേതായാലും ദുഃഖാനുഭവങ്ങളുടേതായാലും കാരണം. നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്, നമ്മുടെ നേരത്തെയുള്ള പ്രവൃത്തികൾ തന്നെയാണ്. ഓരോരുത്തരും അവരവരുടെ ഭാഗ്യത്തെയാണ് അനുഭവിക്കുന്നത്. എന്നാൽ ഒരു കുടുംബിനി ഭർത്തോർ ഭാഗ്യം തു നാരിയേക പ്രാപ്നോതി പുരുഷ ഋഷഭ. ഭർത്താവിന്റെ ഭാഗ്യത്തെയാണ് ഒരു കുടുംബിനിയായിട്ടുള്ള നാരി അനുഭവിക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും സ്വന്തം സൗഭാഗ്യത്തെ അനുഭവിക്കുന്നു. പിതാവും അതേപോലെ തന്നെ പിതാവ് സ്വന്തം സൗഭാഗ്യത്തെ, താൻ ചെയ്ത പുണ്യങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നു. മാതാവും അങ്ങനെ തന്നെയാണ്, സഹോദരനും അങ്ങനെ തന്നെയാണ്, സ്നുഷയും അങ്ങനെ തന്നെയാണ്, സ്വന്തം പുണ്യത്തിന്റെ ഫലത്തെ അനുഭവിക്കുക. പക്ഷേ ഒരു കുടുംബിനി, ഒരു ഭാര്യ അനുഭവിക്കുന്നത് തന്റെ പുണ്യത്തിന്റെ ഫലമല്ല, ഭർത്താവിന്റെ പുണ്യഫലത്തെയാണ് അനുഭവിക്കുന്നത് എന്നറിയാം. അതുകൊണ്ട് അല്ലയോ രാമ, ഞാൻ അങ്ങയുടെ കുടുംബിനിയാണ്, അങ്ങയുടെ സൗഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിന്റെ പരമമായിരിക്കുന്ന സൗഭാഗ്യം. ഒരു കാരണവശാലും ഞാൻ അങ്ങയെ പിരിയില്ല. അങ്ങ് എവിടെ വസിച്ചാലും, അത് അയോധ്യയിലെ കൊട്ടാരത്തിലായാലും ശരി, പിന്നെയോ ദണ്ഡകാരണ്യത്തിലായാലും ശരി,
അങ്ങയുടെ സൗഭാഗ്യം എന്തോ അതാണ് ഞാൻ അനുഭവിക്കുന്നത്. കൊട്ടാരത്തിൽ രാജകീയമായിട്ടുള്ള സുഖങ്ങൾ എല്ലാം ഉണ്ടാകും. അത് അങ്ങയുടെ ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ അത് അനുഭവിക്കുന്നു. അങ്ങയുടെ ആ സൗഭാഗ്യം. അങ്ങ് കാനനത്തിൽ വസിക്കുകയാണെങ്കിൽ അതാണല്ലോ അങ്ങയുടെ സൗഭാഗ്യം. അത് ഞാനും അനുഭവിക്കാനുള്ളതാണ് ആ സൗഭാഗ്യവും. അങ്ങ് എവിടെ തന്നെയായാലും ഏതനുഭവം അങ്ങയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും അങ്ങയുടെ ആ പുണ്യം അതിനെയാണ് ഞാൻ അനുഭവിക്കുന്നത്. അതല്ലാതെ എന്റേതായിട്ട് പ്രത്യേകിച്ച് ഒരു പുണ്യം എന്നുള്ളത് ഇല്ല എന്നറിഞ്ഞുള്ള അങ്ങയ്ക്കില്ലാത്തതായ ഒരു സൗഖ്യവും എനിക്ക് വേണ്ട എന്നതിനൊക്കെ അർത്ഥം. അങ്ങയ്ക്കുള്ള സൗഖ്യം മാത്രമേ എനിക്ക് വേണ്ടൂ, അല്ലാതെ ഉള്ളതൊന്നും വേണ്ട. അതുകൊണ്ട് അതശ്ചൈവ അഹമാദിഷ്ട വനേ വസ്തവ്യം ഇത്യപി. പോരാത്തതിന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മാതാപിതാക്കളും അതേപോലെ തന്നെ അറിവുള്ള ആളുകളും ഒക്കെ പണ്ടേ തന്നെ പറഞ്ഞിട്ടുണ്ട് വനത്തിൽ വസിക്കണം എന്ന്. വലുതിലേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങയോടൊപ്പം അങ്ങ് വനത്തിൽ പോകുമ്പോഴേക്കും അല്ലയോ രാമ, ഞാൻ അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാകും. അങ്ങയെ പിരിഞ്ഞ ഈ കൊട്ടാരത്തിൽ പാർക്കണം, അങ്ങ് കാട്ടിലും ആ ക്ലേശങ്ങളുടെ നടുവിലും വസിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും യുക്തമല്ല. അത് അംഗീകരിക്കാനാവില്ല. ന പിത നാത്മജോ ആത്മാ ന മാത ന സഖീജനഃ ഇഹ പ്രേത്യജനാരീണം പതിരേകോ ഗതി സദാ. യഥാർത്ഥത്തില് ഈ ഭൂമിയിലെ സർവ്വ ഐശ്വര്യങ്ങളും ഒരു കുടുംബിനിക്ക് ലഭിക്കുന്നത് ഭർത്താവിന്റെ പുണ്യത്താലാണ്. ഈ ജീവിതത്തിൽ മാത്രമല്ല, മരിച്ചിട്ട് പരലോകത്തിലേക്ക് പോയാലോ ഒരു കുടുംബിനെ സംബന്ധിച്ചിടത്തോളം ആ പരലോകത്തില് സിദ്ധമായി തീരുന്നത് ഭർത്താവിന്റെ പരമമായിരിക്കുന്ന പുണ്യ ഫലമാണ് എന്നറിയണം.